മലയാളം പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നത്. പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത പുറത്തുവിട്ടപ്പോൾ മലയാളികൾ ഒന്നടങ്കം സങ്കടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നവാസിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സംഭവിച്ചത്. നവാസും നവാസിന്റെ ഭാര്യ രഹനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. നവാസിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു തന്റെ ഭാര്യയ്ക്കൊപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യണം എന്ന കാര്യം. അത് കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. എന്നാൽ ഇത് കാണാൻ നവാസ് ഇല്ല എന്നതാണ് സത്യം. ഈ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷവാനായിരുന്നു കലാഭവൻ നവാസ്. ഇത് ബിഗ് സ്ക്രീനിൽ കാണണമെന്നത് താരത്തിന്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. തന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചല്ലോ എന്നാണ് നവാസ് എന്നും രഹനയോട് പറയാറുള്ളത് എന്നും വെളിപ്പെടുത്തി. എന്നാൽ രഹന ഇന്നും ആ ഒരു ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. ആരുടെയും മുഖത്തു പോലും നോക്കിയിട്ടില്ല, ആരോടും ഒന്നും സംസാരിക്കുന്നുമില്ല. രഹന ഇപ്പോഴും കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. നവാസിന്റെ മരണത്തിന് ശേഷമാണ് നവാസിന്റെ സിനിമയിലെ പ്രവർത്തകർ എല്ലാവരും കൂടി തന്നെ ഈ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ സിനിമ ഇന്നലെയാണ് റിലീസ് ചെയ്തത്. എല്ലാവരും സിനിമ കാണുകയാണ്. എല്ലാവർക്കും സിനിമ ഒട്ടേറെ ഇഷ്ടപ്പെട്ടു. നവാസിനെ കുറിച്ചും നവാസിന്റെ അഭിനയത്തെ പറ്റിയും വാഴ്ത്തിയും പുകഴ്ത്തിയും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. നവാസിന്റെ അവസാനം അഭിനയിച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ആ ഒരു സിനിമ. കുറെ പേരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? വളരെ കാലമായി സിനിമാ പ്രവർത്തകനാണ് നവാസ്, എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അത്രമേൽ ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. നവാസും രഹനയും ഇത്രമാത്രം അടുത്ത ആളുകളാണ് എന്നും ഒരു സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നതിനെ പറ്റി ഒന്നും തന്നെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എന്തിന് രഹനയ്ക്ക് നവാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുന്നത്. ആ വീഡിയോ കണ്ട എല്ലാവരും ഒരേപോലെ പറയുന്നത്, ഇതിനപ്പുറം ഞങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രഹന ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ. രഹനയും നവാസും ഇത്രമേൽ അടുത്ത ആളുകളായിരുന്നു എന്ന് ഞങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ നവാസ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഇപ്പോഴും നിങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ അവസ്ഥ അത്രമേൽ ദുഃഖകരമാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകരും രഹനയോട് പറയുന്നത്. നവാസിനെ പരിചയപ്പെടുന്ന ആളുകൾ നവാസിന്റെ വായിൽ നിന്നും ഒരിക്കലെങ്കിലും രഹന എന്ന വാക്ക് കേൾക്കാതെ ഇരിക്കില്ല. അത്രമേൽ തന്റെ കുടുംബത്തെയും തന്റെ ഭാര്യയെയും സ്നേഹിക്കുന്ന ആളാണ് നവാസ്. നവാസ് പോയ ദുഃഖത്തിൽ പ്രേക്ഷകരും അതേപോലെ കുടുംബക്കാരും എല്ലാവരും ഒരേപോലെ തന്നെയാണ് വേദനിക്കുന്നത്. നിങ്ങൾക്ക് കലാഭവൻ നവാസിന് ഇഷ്ടമായിരുന്നോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.